ഓയിൽ മണിയുടെ തിക്നെസ് ഗോയങ്കയുടെ മാർവാടി പണത്തിന്റെ പ്രളയത്തിൽ മുങ്ങി അലിഞ്ഞങ്ങ് ഇല്ലാതായി പോകുമെന്ന് കരുതിയവർക്കെല്ലാം തെറ്റി. ചെറിയ അലിവൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അവർക്ക് സൂപ്പർ താരമായിട്ടുള്ള അപ്പുയെ നഷ്ടപ്പെട്ടത്. അതിന് പിന്നാലെ 20 കോടിയിലേറെ വിലമതിക്കുന്ന ഒരു ട്രാൻസ്ഫറായിട്ടാണ് അവർ ലാലങ് മാവിയ റാൾട്ടെ അപ്പുയെ മുംബൈ സിറ്റി എഫ് സിയിൽ നിന്നും പറിച്ചെടുത്ത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിലേക്ക് കൊണ്ടുപോയത്. പക്ഷേ 30 കോടിയിലേറെ വിലമതിക്കുന്ന വളരെ വലിയൊരു ഡീലിന് അവർ തയ്യാറെടുത്തിരുന്നു. അത് ലാലിൻസ്വാല ചാങ്തെ എന്ന ഇന്ത്യൻ ഫുട്ബോളിന്റെ യുവ കിരണത്തിനെ ആയിരുന്നു. ചാങ്തെ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ള താരമാണ്. ചെന്നൈയിൽ കളിച്ചപ്പോഴായാലും മുംബൈയിൽ കളിച്ചപ്പോഴായാലും പകരക്കാരനില്ലാത്ത വിധം ഇറീപ്ലേസബിൾ പ്ലെയർ ആണ് താനെന്ന് പ്രൂവ് ചെയ്ത താരമായിട്ടുള്ള ലാലിൻസ്വാല ചാങ്തയെ ആരും മോഹിക്കും. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് വളരെ ലൂക്രേറ്റീവ് ആയിട്ടുള്ള ഒരു ഓഫറുമായിട്ടാണ് മുംബൈ സിറ്റി അപ്രോച്ച് ചെയ്തത് എന്നായിരുന്നു റിപ്പോർട്ടുകളെല്ലാം. പക്ഷേ അപ്പുയുടെ കാര്യത്തിൽ പറ്റിയ പിഴവ് ഒരിക്കലും ചാങ്തയുടെ കാര്യത്തിൽ പറ്റരുത് എന്ന ദൃഢനിശ്ചയം സിറ്റി ഗ്രൂപ്പിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മോഹൻ ബഗാൻ ഓഫർ ചെയ്ത ട്രാൻസ്ഫർ ഫീയും മറ്റ് സാലറി പാക്കേജുകളും എല്ലാം അവർ നിരർത്ഥകമാക്കിയിരിക്കുകയാണ്. ലാലിൻസ്വാല ചാങ്തയും മുംബൈ സിറ്റിയിൽ തുടരാൻ തൽപരനാണ്. നല്ല സാലറിയും കാര്യങ്ങളും എല്ലാം കൊടുക്കാനും മുംബൈ സിറ്റിയും തയ്യാറാണ്. അതുകൂടാതെ മുംബൈ സിറ്റി വിട്ടുകൊടുക്കാനും തയ്യാറല്ല. എത്ര ട്രാൻസ്ഫർ ഫീ നൽകിയാലും ചാങ്തയെ വിട്ടു നൽകില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എത്ര പണം ഒഴുക്കിയാലും തൽക്കാലം ചാങ്തയെ മോഹൻ ബഗാന് കിട്ടില്ല.